കഴിഞ്ഞ ആഴ്ചയാണ് ഫിൽം മേക്കിങ്ങുമായി ബന്ധപ്പെട്ട് 4 എപ്പിസോഡുകൾ ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ചെയ്തത്. ഇന്ന് ആ ഒരു ടോപ്പിക്ക് കഴിഞ്ഞ് നെക്സ്റ്റ് ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. പല കരിയർ പാത്തുകളും എഡ്യൂക്കേഷൻ ഫോംസും നല്ല രീതിയിൽ തന്നെ ലിങ്ക് ചെയ്യപ്പെട്ട ഒരു ടോപ്പിക്കാണിത്. അതുകൊണ്ട് തന്നെ 10ൽ കൂടുതൽ എപ്പിസോഡുകളാണ് നമുക്ക് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത്. ഏതൊക്കെയാണ് ഈ കരിയർ പാത്തുകൾ, എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോംസുകൾ എന്ന് ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കി നമുക്ക് നമ്മുടെ എപ്പിസോഡിലേക്ക് കിടക്കാം. ഡിസൈൻ, അനിമേഷൻ, അതോടൊപ്പം ഗെയിമിംഗ്, ഈ 3 കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ 3 കാര്യങ്ങളും വളരെ കോമൺ ആയ ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അതോടൊപ്പം ഏതൊക്കെ രീതിയിലുള്ള ആൾക്കാരിലാണ് കാണപ്പെടുന്നത്, കരിയർ പാത്തിനെ കുറിച്ചും മനസ്സിലാക്കുക എന്നാണ് ഈ എപ്പിസോഡുകളുടെയൊക്കെ ലക്ഷ്യം. എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും പുതിയൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. സോ ഫ്രണ്ട്സ്, നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ 3 ബൃഹത്തായ കരിയർ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോംസിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. തീർച്ചയായും 10ൽ കൂടുതൽ എപ്പിസോഡുകളുള്ള ഈ ഒരു സീരീസിൽ നമുക്ക് പല കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡിസൈൻ, അനിമേഷൻ, അതോടൊപ്പം ഗെയിമിംഗ്, ഈ 3 മേഖലകൾ വളരെ നല്ല രീതിയിൽ തന്നെ കരിയർ ഓപ്പർച്യൂണിറ്റീസും പല രീതിയിലുള്ള അവസരങ്ങളുമാണ് ജോലി തിരഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ നല്ല ഒരു കരിയർ പ്ലാറ്റ്ഫോം പടുത്തുയർത്താൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരുടെ മുമ്പിലുള്ളത്. ഈ ഓരോ കരിയർ പ്രൊഫൈൽസിനെ കുറിച്ചും വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരു ഷോർട്ട് എപ്പിസോഡുകൾ, ചെറിയ ക്യാപ്സ്യൂൾ എപ്പിസോഡുകൾ ഈ ഓരോ പ്ലാറ്റ്ഫോംസിൻ്റെയും പ്രത്യേക തലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് പോകുന്നത്. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കാനുള്ളത് എസ്തീറ്റ്സ് എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഇവരെ നമുക്ക് മേക്കേഴ്സ് ഓഫ് സംതിങ് ബ്യൂട്ടിഫുൾ, ഭംഗിയുള്ള കാര്യങ്ങളെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന, താല്പര്യമുള്ള, ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ അതായി കാണുന്ന കൂട്ടുകാരെ കുറിച്ചാണ് മനസ്സിലാക്കാനുള്ളത്. സോ ആരാണ് എസ്തേറ്റ്സ്? ആദ്യം നമുക്ക് മനസ്സിലാക്കാം. ഈ എസ്തേറ്റ്സ് എന്നുള്ളത് നമ്മുടെ അകത്തുള്ള ഒരാളാണോ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിൽ ഉള്ള ആളാണോ എങ്കിൽ നമുക്ക് ഇവരുമായി ഇൻവോൾവ് ചെയ്യാൻ വളരെ രസകരമായ ഒരു കാര്യമാണ്. നമ്മുടെ അകത്താണ് എസ്തേറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ തിരിച്ചറിഞ്ഞ് അതിനാവശ്യമായ കരിയർ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോംസ് ചെയ്തു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ അകത്തുള്ള സ്കിൽസിനെ, ടാലൻസിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ എളുപ്പമാക്കി കൊടുക്കുമെന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു കഴിവെന്നുള്ളത്. ദേ ആർ ദ അപ്രീഷിയേറ്റേഴ്സ് ഓഫ് ബ്യൂട്ടി. ഭംഗിയെ വളരെ നല്ല രീതിയിൽ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ചുറ്റുപാടുള്ള ഭംഗി പല രീതിയിലുള്ളതാകാം. ചിലപ്പോൾ കാഴ്ചയിൽ, ചിലപ്പോൾ സ്മെല്ലിൽ, ചിലപ്പോൾ കേൾവിയിൽ. അതൊക്കെ തിരിച്ചറിഞ്ഞ് അവരുടേതായ അഭിപ്രായങ്ങളും അവരുടേതായ ഫീഡ്ബാക്സും നൽകാൻ ഇവർ താല്പര്യം കാണിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഒരു ആർട്ടിക്കിളിൻ്റെ കാര്യമായാലും പ്രസൻറ്റേഷൻ്റെ കാര്യമായാലും വിഷ്വൽ സീനായാലും പെയിൻറ്റിംഗ് ആയാലും ഡിസൈൻ ആയാലും എല്ലാ കാര്യത്തിലും ഇവർക്ക് ഭംഗി എന്നുള്ള കാര്യത്തെക്കുറിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. കളറിങ്, മിക്സിങ്ങിൻ്റെ കാര്യമായാലും അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുക, അല്ലെങ്കിൽ അവരുടേതായ ഇൻവോൾവ്മെൻറ്റ് കൊടുക്കുക, അവർക്ക് കിട്ടുന്ന സമയം വെച്ച് ഇതിൽ മാറ്റങ്ങൾ വരുത്തുക. ഒരു ഓഫീസ് ഡെസ്ക് ആണെങ്കിൽ തന്നെ അത് കാണുമ്പോൾ തന്നെ ഒരു എസ്തേറ്റിൻ്റെ ഡെസ്ക് തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. മൂന്നാമത്തെ കാര്യമാണ്, ഇവർക്ക് ബ്രൈറ്റ്നസ് കൂടുതലാണ്, അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് കൂടുതലാണ്, അല്ലെങ്കിൽ സിംപ്ലിസിറ്റി ഇഷ്ടപ്പെടുന്ന ആളാണ്, കോംപ്ലിക്കേഷൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് എന്നൊക്കെ കേൾക്കുന്ന ഡയലോഗുകൾ ഇവരിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ, നിങ്ങളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു എസ്തേറ്റ് എന്ന കാര്യം ഉറപ്പുവരുത്താൻ പറ്റുമെന്നുള്ളതാണ്. നാലാമത്തെ കാര്യമാണ്, ഇവർക്ക് ഏതൊരു കാര്യത്തെക്കുറിച്ചും ഇവരുടേതായ ഒരു കാഴ്ചപ്പാട് ഉള്ളത് ഫോണ്ട് സൈസിലും, കളേഴ്സിലും, ലോഗോയിലും, സ്മെല്ലിലും, സൗണ്ടിലും, വ്യക്തിത്വം, പേഴ്സണാലിറ്റി, റെഫറൻസ് കൊടുക്കാനുണ്ട് എന്നുള്ളതും നമുക്ക് എസ്തേറ്റ്സിനെ മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു കഴിവായി മനസ്സിലാക്കാം. അഞ്ചാമത്തെയും അവസാനത്തെയും കാര്യം, ഇവർ എലോട്ട് ഓഫ് ഡൂഡ്ലിംഗ് ചെയ്യുന്ന ആൾക്കാരാണ്. ഡൂഡ്ലിംഗ് ചെയ്യുമ്പോൾ സാധാരണ ഡൂഡ്ലിംഗ് അല്ല, വളരെ മീനിങ് ഫുള്ളായ, അർത്ഥവത്തായ ഡൂഡ്ലിംഗ് ആണ് ഇവർ ചെയ്യാറ്. മീനിങ് ഫുൾ എന്ന് പറയുമ്പോൾ എനിക്ക് 3 വേർഡ് വെച്ചിട്ട് ഈ മീനിങ് ഫുൾനെസ്സിനെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിൽ ആദ്യത്തേതാണ് പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും, അതായത് സിമെട്രിക്ക് കാര്യമായ താല്പര്യം കാണിക്കും എന്നുള്ളതും. രണ്ടാമത്തെ കാര്യമാണ് ടേസ്റ്റ്ഫുൾ, അതായത് ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ടേസ്റ്റ് എന്ന് പറയുമ്പോൾ വെറും നാവിൽ വെച്ച് നോക്കുക മാത്രമല്ല, കണ്ണിലുള്ള ഫീലിംഗ്, സ്മെല്ലിലുള്ള ഫീലിംഗ്, കേൾവിയിലുള്ള ഫീലിംഗ്, സെൻസിലുള്ള ഫീലിംഗ്, ഇതിനൊക്കെ
ഇവരുടേതായ ഒരു കോൺട്രിബ്യൂഷൻ നൽകാനുണ്ട് എന്നുള്ളതാണ്. കാര്യങ്ങളെ അങ്ങനെ അങ്ങ് കട്ടെടുത്ത് വേറൊരു സ്ഥലത്ത് നിങ്ങളുടേതാണ് അല്ലെങ്കിൽ എൻ്റേതാണ് എന്ന് സ്ഥാപിക്കുമ്പോൾ ആണ് അതിനെ കള്ളം അല്ലെങ്കിൽ കട്ടെടുക്കുക എന്ന് പറയുന്നത്. ആ രീതിയിലുള്ള കാര്യം ഇവർ ചെയ്യില്ല. വേഴ്സ്റ്റ് കേസ് സെനാരിയോ എന്നുള്ളത് ഇൻസ്പയർഡ് ആണ്. അതായത് ചില ലോഗോ കാണുമ്പോൾ അതിന് സമാനമായ അല്ലെങ്കിൽ അതിനെ ഏതെങ്കിലും രീതിയിൽ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ അല്ലെങ്കിൽ ഇവരുടെ ലോഗോയിൽ വരാം, കളർ കോമ്പിനേഷനിൽ വരാം. വീഡിയോ എഡിറ്റിംഗ് ആണ് ഇവർ ചെയ്യുന്നതെങ്കിൽ ആ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ഒരു തലം എന്നുള്ളത് അവർ ഈയിടെ കണ്ട സിനിമയിലോ ഡോക്യുമെൻ്ററിയിലോ വന്ന ചില എലമെൻറ്റ്സ് കൂട്ടിച്ചേർന്നതായിരിക്കാം. അതല്ല ഇവർ ഒരു മ്യൂസിക്കാണ് കമ്പോസ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ചില മ്യൂസിക് ഇവർ കേട്ടിട്ടുണ്ടാകാം, അതിൽ നിന്നും ഇൻസ്പയർഡായ ചില ബീറ്റ്സിൻ്റെ സീക്വൻസ് അവർ ആഡ് ചെയ്തിട്ടുണ്ടാകാം. ഏതായിരുന്നാലും ഈ രീതിയിലുള്ള ഒറിജിനാലിറ്റിയും ഇവർ കീപ്പ് ചെയ്യുന്നു എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. സോ ഇതാണ് ആരാണ് ഏസ്തേറ്റ്സ് എന്ന് മനസ്സിലാക്കാനുള്ള 5 എളുപ്പ വഴികൾ. എന്തുകൊണ്ട് നമ്മളൊരു ഏസ്തേറ്റ്സിനെ മനസ്സിലാക്കുന്നു, നിങ്ങളിലുള്ള ഏസ്തേറ്റ്സിനെ എന്തുകൊണ്ട് നിങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നതിനുള്ള ഉത്തരം എന്നുള്ളത് നിങ്ങളൊരു ഡിസൈൻ ഫീൽഡിലോ ആനിമേഷൻ ഫീൽഡിലോ അതല്ല ഗെയിമിംഗ് ഫീൽഡിലോ ആണ് നിങ്ങളുടെ കരിയർ എഡ്യൂക്കേഷൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. നെക്സ്റ്റ് പാർട്ടാണ് നമ്മുടെ എപ്പിസോഡിൻ്റേത്. കരിയർ പാത്തുകൾ, ഇങ്ങനെയാണ് ഈ ഏസ്തേറ്റുകൾ സെലക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുകയാണ്. ഈ ഒരു ടോപ്പിക് മനസ്സിലാക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്നുള്ളത് നിങ്ങളൊരു ഏസ്തേറ്റ് ആണ് എങ്കിൽ ഏത് രീതിയിലുള്ള കരിയർ ചാലഞ്ചസ് ആണ് അല്ലെങ്കിൽ പോസിബിലിറ്റീസ് ആണ് നിങ്ങളുടെ മുമ്പിലുള്ളത് എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമാണ്. ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ടത് ഈ പറഞ്ഞ ഏസ്തേറ്റ്സ് എല്ലാവരും ഈ ഒരു പർട്ടിക്കുലർ ടാലൻറ്റും സ്കില്ലുമുള്ള ഫീൽഡിൽ മാത്രം അവരുടെ കരിയർ പടുത്തുയർത്തുക, ചുരുക്കുക അല്ലെങ്കിൽ ആ രീതിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന നിർബന്ധമില്ല എന്നുള്ളതാണ്. അതായത് ഇവരുടെ ടാലൻ്റ് ഉണ്ടാകും, അതോടൊപ്പം അവർ വേറൊരു കാര്യം ചെയ്യുന്ന മൾട്ടി ടാലൻറ്റഡായ ആൾക്കാരാകാനും സാധ്യതയുണ്ട്. സോ നിങ്ങൾക്ക് ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾ ചില പ്രത്യേക ഫോർമാറ്റിലും റെപ്രസെൻറ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥയിലും കാണപ്പെടാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് പോയിൻ്റ് ആയിട്ടുള്ളത് അവർക്ക് അവരുടെ കഴിവും അവരുടെ സ്കില്ലും അവരുടെ ടാലൻറ്റും ഒക്കെ മാച്ച് ചെയ്യുന്ന എങ്കിൽ അതിൽ നിന്നും അവർക്ക് ഇൻകമും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കാര്യം ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ദേ വിൽ ബി വെരി മച്ച് എക്സൈറ്റഡ്. അവർക്ക് നല്ല രീതിയിലുള്ള വളർച്ച നേടാൻ ഈ ഒരു കരിയറിൽ കൂടി സാധിക്കും എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രൊഫഷണലി ആ ഒരു മേഖലയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. സോ അങ്ങനെ ഒരു പ്രൊഫഷണലി ആണ് അവരുടെ കരിയർ മുന്നോട്ട് പോകുന്നത്, അവരുടെ ടാലൻറ്റും സ്കില്ലും ഒക്കെ മാച്ച് ചെയ്യുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായും അതിനാവശ്യമായ ക്വാളിഫിക്കേഷനും എഡ്യൂക്കേഷനും കരിയറുമായി ബന്ധപ്പെട്ടും അവർ നേടുന്നതാണ്. നിങ്ങളാണ് ആ ഒരാൾ എങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും ആ രീതിയിലുള്ള സർട്ടിഫൈ ചെയ്യുന്ന കോഴ്സുകളും ഡിപ്ലോമ കോഴ്സുകളുമൊക്കെ ചെയ്ത് മുന്നേറാവുന്നതാണ്. പ്രത്യേക ഫീൽഡിൽ താല്പര്യമുള്ള മേഖലയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോകുന്ന ആൾക്കാരാണിവർ. നേരത്തെ പറഞ്ഞ മൾട്ടി ടാലൻറ്റഡ് അപ്രോച്ചിൽ നിന്ന് മാറ്റമുള്ള കൂട്ടരാണിവർ. മൂന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റിൻ്റെ തുടർച്ചയാണ്, പക്ഷേ രണ്ടാമത്തെ കൂട്ടരിൽ നിന്നും വ്യത്യസ്തവുമാണ്. അതായത് ഒരേ സമയം ഒന്നിൽ കൂടുതൽ ടാലൻ്റ് ഉണ്ട്, അവർക്ക് അവരുടേതായ ഒരു കരിയർ പ്രൊഫൈലുണ്ട്, അവർക്ക് താല്പര്യമുള്ള ടാലൻ്റുള്ള ഏസ്തെറ്റ് റിലേറ്റഡായ ആ ഒരു കാര്യം അവർക്ക് മെയിൻ കോഴ്സായി കൊണ്ടുപോകാൻ താല്പര്യമില്ല, പക്ഷേ ഒരു ഹോബി അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം അല്ലെങ്കിൽ ഒരു സൈഡ് കിക്കായി കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. ഇവിടെയാണ് നമുക്ക് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇവരുടെ ഒരു ഡേ ജോബ് അല്ലെങ്കിൽ ഇവരുടെ ഒരു പ്രൊഫഷണൽ ജോബ് അല്ലെങ്കിൽ ഒരു റെഗുലർ ജോബിൽ നിന്ന് കിട്ടുന്ന സമയവും കാശുമൊക്കെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ചിലവഴിക്കുന്ന ഇൻവെസ്റ്റ് ചെയ്യുന്ന കൂട്ടരുമുണ്ട്. ഈ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈയിടെ വളരെ വൈറലായ ഒരു വീഡിയോ ഉണ്ട്. 2 വിദ്യാർത്ഥികൾ മെഡിക്കൽ ഫീൽഡിലുള്ള ആളാണെന്ന് തോന്നുന്നു, ഒരു മെഡിക്കൽ കോളേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്ത ഡാൻസുമായി ബന്ധപ്പെട്ട് ടോപ്പിക്ക് വളരെ മാറി മതവും കാര്യങ്ങളുമൊക്കെയാണ് ഡിസ്കസ് ചെയ്തതെങ്കിലും അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവർ ഒരു മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട ആളാണ്, പക്ഷേ ഡാൻസ് ചെയ്യുന്ന ടാലൻ്റായി അത് അവിടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡാൻസിങ് ഡോക്ടേഴ്സ് ചിലപ്പോൾ നിങ്ങൾ കണ്ടെന്ന് വരാം, ചിലപ്പോൾ സിംഗിങ് പോലീസ് ഓഫീസേഴ്സ്. ജഗതിയുടെ വളരെ രസകരമായ പല സിനിമകളിലും ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ്. അതേസമയം അദ്ദേഹത്തിൻ്റെ ഒഴിവ് സമയത്ത് ചിലപ്പോൾ വർക്കിംഗ് സമയത്ത് പോലും ഗാനമേളയൊക്കെ നടത്തുന്ന ആളായിട്ടും ചിത്രീകരിച്ചിട്ടുണ്ട്. സോ അങ്ങനെയുള്ള കഴിവുള്ള ആൾക്കാരുമുണ്ട്. കാർട്ടൂൺ വരയ്ക്കുന്ന എൻജിനീയേഴ്സ് ഉണ്ട്, വ്ളോഗ് ചെയ്യുന്ന ആർക്കിടെക്ട്സ് ഉണ്ട്, ലോയേഴ്സ് ആണ്, പക്ഷേ അവർ പുസ്തകങ്ങൾ എഴുതും, ആർട്ടിക്കിൾ എഴുതും, അക്കൗണ്ടൻസ് ആണ്, പക്ഷേ ഒഴിവ് സമയത്തിൽ ഗാർഡനിങ് ചെയ്യും. അങ്ങനെ ഒരേ സമയം 2 കാര്യങ്ങൾ ചെയ്യും. ഡേ ടൈം ജോബ് ഉണ്ടാകും, അതോടൊപ്പം വളരെ സ്ട്രക്ചേർഡായ നല്ല രീതിയിലുള്ള ഒരു ഗ്രേറ്റ് ഹോബിയും ഫോളോ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. 4മത്തേതും അവസാനത്തേതുമായുള്ള ടോപ്പിക്കാണ് ഈ 2ാമത്തെ ഭാഗത്തിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് ചാലഞ്ചസ്, ബിഗ് ചാലഞ്ചസ് എന്തൊക്കെയാണ് ഏസ്തെറ്റുകൾ അവരുടെ മുന്നിൽ അവരുടെ കരിയറിൽ നേരിടാൻ പോകുന്നത് എന്നുള്ളതാണ്. ഈ ഒരു ടാലൻറ്റുമായി ബന്ധപ്പെട്ട് ബ്യൂട്ടിയെ ആഘോഷിക്കുന്ന, കാണാൻ ആഗ്രഹിക്കുന്ന, സിമ്മട്രി ഇഷ്ടപ്പെടുന്ന, മീനിങ് ഫുൾനെസ് ആയ
കാര്യം ജീവിതത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ പ്രത്യേകമായ ഒരു കഴിവാണ്, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയൊരു വെല്ലുവിളിയായി വരുന്നത്. ഇറ്റ് വിൽ ടേക്ക് സം ടൈം, അതായത് അവരുടെ കരിയറിൽ വളരെ നല്ല സമയം ചിലപ്പോൾ ഈ ഒരു രീതിയിൽ ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും നല്ല സ്റ്റഡി ഇൻകം ജനറേറ്റ് ചെയ്യാനും നല്ലൊരു റെപ്യൂട്ടഡ് ബ്രാൻഡായി ഇവോൾവ് ചെയ്യാനൊക്കെ എടുക്കും എന്നുള്ളത് ഒരു നെഗറ്റീവ് ട്രൈറ്റായി പൊതുവെ കാണാറുണ്ട്. ഞാൻ ഈ ഒരു ഡിസ്കഷനിൽ അതിനെ നെഗറ്റീവ് ട്രൈറ്റായി മനസ്സിലാക്കുന്നില്ല, ഒരു വെല്ലുവിളി മാത്രമാണ്. ആ രീതിയിൽ സ്വന്തം സജ്ജമായിരിക്കുക, സ്വന്തമായ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. രണ്ടാമത്തെ കാര്യം നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. ഈ രീതിയിലുള്ള ഒരു അൺസർട്ടനിറ്റി കരിയറിൽ ഈ ഒരു എസ്തേറ്റ് ഫീൽഡിൽ വരുമ്പോൾ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായി രണ്ട് രീതിയിലുള്ള പ്ലാനുകൾ വേണം. ഒന്ന് ഷോർട്ട് ടേം പ്ലാനും മറ്റത് ലോങ് ടേം പ്ലാനും. ഷോർട്ട് ടേം പ്ലാൻ എന്നുള്ളത് നമുക്ക് ഒരു സ്റ്റഡി ഇൻകം ജനറേറ്റ് ചെയ്യുക, നമ്മോട് ഫിനാൻഷ്യലായി ബന്ധപ്പെട്ടിരിക്കുന്ന നമ്മുടെ ഫിനാൻഷ്യൽ എയ്ഡ് ആഗ്രഹമുള്ള ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാകാം, അവർക്ക് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കൊടുക്കുക, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ആവശ്യമായ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കാൻ ഒക്കെ കാര്യങ്ങൾ വേണ്ടി ഒരു ഡേ ടൈം ജോബ് നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാക്കിയെടുക്കുക. അത് ചിലപ്പോൾ നിങ്ങളുടെ എസ്തേറ്റ് ഫീൽഡുമായി ബന്ധപ്പെട്ടതോ അല്ലാതെയാകാം. ഏതായിരുന്നാലും നിങ്ങൾക്ക് അതേ മേഖലയിൽ ബന്ധപ്പെട്ട മേഖലയാണ് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതെങ്കിൽ തീർച്ചയായും നല്ല കാര്യമാണ്. അതോടൊപ്പം ഒരു ലോങ് ടേം ബ്രാൻഡ് ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതും നല്ല കാര്യമാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻഡ് ഓഫ് ദ ഡേ എസ്തേറ്റ് മേഖലയിൽ ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ പറ്റൂ എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യമാണ് പീപ്പിൾ സ്കിൽസ്. പൊതുവെ എസ്തേറ്റുമായി ബന്ധപ്പെട്ട് താല്പര്യമുള്ള കഴിവുള്ള ആൾക്കാരുകൾ ലോൺലിയായി അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ സ്വകാര്യ സമയം പ്രത്യേകം മാറ്റി നിർത്തി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം പലരും. സോ ആൾക്കാരുമായി എങ്ങനെ ഇൻവോൾവ് ചെയ്യണം, അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എങ്ങനെ കോർഡിനേറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒക്കെ വളരെ നല്ല ഒരു എക്സ്പേർട്ട് ആകാൻ സാധ്യത അല്പം കുറവാണെങ്കിൽ ആ രീതിയിലുള്ള ട്രെയിനിങ്ങുകളും നേടിയെടുക്കുക എന്നുള്ളതാണ്. നാലാമത്തെയും അവസാനത്തേതുമായ പോയിന്റാണ് അബൌട്ട് ദ ചാലഞ്ചസ്. അവൈലബിൾ ആയ പ്ലാറ്റ്ഫോംസുകൾ അറിഞ്ഞിരിക്കുക. ഈ ഒരു സമയത്താണ് നിങ്ങൾ ഉള്ളതെങ്കിൽ തീർച്ചയായും നമുക്കറിയാവുന്നത് ക്ലബ് ഹൗസ് പോലെ, ഇൻസ്റ്റാഗ്രാം റീൽസ് പോലെ, IGTV പോലെ, യൂട്യൂബ് അല്പം മെച്ചുവേർഡ് ആണെങ്കിലും അതുപോലെ, FB പോലെ, പോഡ്കാസ്റ്റുകൾ, വ്ളോഗിങ്, അങ്ങനെ എല്ലാ മേഖലകളിൽ കൂടിയും നിങ്ങളുടെ എസ്തേറ്റ് എന്നുള്ള ടാലൻറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് ലോങ് ടേം ബ്രാൻഡ് ബിൽഡിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അതിനെ ആദ്യം അറിഞ്ഞിരിക്കുക, അത് എങ്ങനെ ഉപയോഗിക്കണമെന്നറിഞ്ഞിരിക്കുക, ഏത് രീതിയിലായിരിക്കണം നിങ്ങൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത്, ഓഡിയൻസിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാം എന്നൊക്കെയുള്ളത് ഇതിൻ്റെ ഭാഗമാണ്. ഇതൊരു ചാലഞ്ച് മാത്രമല്ല, ഒരു ഓപ്പർച്യൂണിറ്റി പോയിന്റ് കൂടിയാണ്. സോ ഫ്രണ്ട്സ്, ഇതാണ് നമുക്ക് ഇന്ന് ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ എസ്തേറ്റ്സുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. തീർച്ചയായും വളരെ ഇൻഡെപ്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന പല ടോപ്പിക്കുകളുടെയും തുടക്കമായിട്ടുള്ള ഒരു എപ്പിസോഡാണിത്. ഗെയിമിംഗ്, അനിമേഷൻ, അതോടൊപ്പം ഡിസൈൻ പോലുള്ള വളരെ ബൃഹത്തായ പല രീതിയിലുള്ള എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോംസുകളും കരിയർ പാത്തുകളും തുടങ്ങുന്ന ഒരു ടോപ്പിക്കാണിത്. ഇനിയുള്ള 10ൽ കൂടുതൽ എപ്പിസോഡുകൾ ഇതിൻ്റെ തുടർച്ചയാണ്. പക്ഷേ ആ എപ്പിസോഡുകൾ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിലും ഈ എപ്പിസോഡ് മറക്കാതെ ഈ എപ്പിസോഡിൻ്റെ കോണ്ടൻറ്റും നിങ്ങളുടെ അകത്ത് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ഫാമിലിയുമായും ഫ്രണ്ട്സുമായും നിങ്ങൾക്ക് താല്പര്യമുള്ള കൂട്ടുകാരുമായും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.